2008 ഒക്ടോബർ 22 ഇറങ്ങിയ HTCയുടെ ഡ്രീം എന്നറിയപ്പെടുന്ന ഫോണാണ് ലോകത്തിലെ ആദ്യത്തെ ആൻഡ്രോയിഡ് ഫോൺ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ ആപ്പിൾ തങ്ങളുടെ ആദ്യത്തെ iOS ഫോണായ ഐഫോൺ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത് 2007 ജൂൺ 29-നാണ്. ആൻഡ്രോയിഡ് ഫോണുകൾ ഇറങ്ങുന്നതിന് 1.5 വർഷം മുമ്പ് തന്നെ ആപ്പിൾ തങ്ങളുടെ iOS ഫോണുകൾ ഇറക്കിയിരുന്നെങ്കിലും ഇന്നും ലോകത്തിലെ 70% ആളുകളും ആൻഡ്രോയിഡ് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. ലോകത്തിൽ 1 ബില്യൺ ഐഫോണുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ 3 ബില്യൺ ആൻഡ്രോയിഡ് ഫോണുകൾ അതേസമയം ഇറങ്ങുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ബാക്കി വരുന്ന 30% iOS ഫോണുകൾ ആൻഡ്രോയിഡ് ഫോണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ കണക്കാണെങ്കിലും അത് ആപ്പിൾ എന്ന കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു കണക്കാണ്. അതായത് ഈ 30% ആപ്പിൾ എന്ന് പറഞ്ഞ ഒരൊറ്റ കമ്പനിയുടെ കീഴിലാണുള്ളത്. കാരണം iOS എന്ന് പറയുന്നത് ആപ്പിളിന്റെ മാത്രമാണ്. എന്നിരുന്നാലും ബാക്കി 70% ആൻഡ്രോയിഡ് ഫോണുകൾ എന്നുള്ള കണക്ക് ആൻഡ്രോയിഡിനെ സംബന്ധിച്ച് വളരെ വലിയൊരു കണക്കാണെങ്കിലും അത് ഫോൺ കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു കണക്കാണ്. കാരണം ഒട്ടനവധി കമ്പനിക്കാർ ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ ഇറക്കുന്നുണ്ട്. ഉദാഹരണം, നിങ്ങളുടെ ചുറ്റുപാട് നോക്കുന്ന മിക്കവരുടെയും ഒരുപാട് കമ്പനി ഫോണുകൾ കാണാം. ഇതെല്ലാം ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും. എന്നാൽ iOS ഇറക്കുന്ന ഏക കമ്പനി അത് ആപ്പിൾ മാത്രമാണ്. മൊബൈൽ ഫോൺ വ്യാപാരത്തിന്റെ 30% കൈയടക്കിയിരിക്കുന്ന ആപ്പിളിനെയും വെല്ലുവിളിച്ച് 2023-ലും 2024-ലും ഏറ്റവും കൂടുതൽ ഫോണുകൾ സെയിൽ ചെയ്ത ഒരു കമ്പനി ആരാണത്?